നീ ഇനി അയാളുടെ അടുത്തേക്ക് പോരുത്. ഇത് ഞങ്ങൾ രണ്ടുപേരുടെ റിക്വസ്റ്റാ. അയാളെ ബുദ്ധിമുട്ടിക്കണ്ട മോളെ. അയാളെ നിൽക്കുന്ന അവസ്ഥയിൽ അയാളോട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇനിയുള്ള ദിവസങ്ങൾ അയാൾക്ക് സ്വസ്ഥമായി വിട്ടുകൊടുക്കുക എന്നതാ. ഇനിയുള്ള ദിവസം മരണത്തിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങൾ. ഇങ്ങനെയൊക്കെ പറയാൻ നിങ്ങൾക്ക് ഒരു വിഷമമില്ലേ? ആരോഗ്യത്തോടിരിക്കുന്ന സാറിനെ കുറിച്ചാ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഞാനത് വിശ്വസിക്കില്ല. എന്നെ ആരും വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയോ വേണ്ട. മോളെ, എനിക്കിനി ഒന്നും കേൾക്കണ്ട. രണ്ടുപേരും പോയി കിടക്കുന്നുണ്ടോ? ഞാനൊരല്പം കൂടുതൽ മോഹിച്ചുപോയി. അപ്പോ എനിക്കുള്ള ശിക്ഷയും കടുത്തതായിരിക്കും അല്ലേ? പക്ഷേ ആ ശിക്ഷ ഇങ്ങനെയുള്ളതായിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. എൻ്റെ മനസ്സിന് വിഷമമുണ്ടാവാതിരിക്കാനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ ആ വാക്ക് എന്നെ എത്ര വേദനിപ്പിക്കുന്നു എന്നറിയോ? അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എനിക്ക് സാറിനെ. ഗുഡ് മോർണിംഗ് ഡോക്ടർ മൈഥിലി. ഇന്നലെ രാത്രി ഞാൻ ചിലത് പ്രതീക്ഷിച്ചു, പക്ഷെ ഒന്നും ഉണ്ടായില്ല. നിങ്ങൾ എന്താ പ്രതീക്ഷിച്ചത്? അപകടത്തിലാവുമ്പോഴാണല്ലോ രക്ഷകന്റെ വരവ്. ഞാൻ കരുതിയത് എന്നെ അടിച്ചിറക്കാൻ രാത്രി തന്നെ ആനന്ദ് മഹേശ്വരെ വിളിച്ചു വരുത്തുന്ന. നിങ്ങൾക്ക് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് സാരംഗ്. ഒരു സമയത്തും നിങ്ങളുടെ വരവൊരു അപകടകരമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതിനുള്ള വലിപ്പമൊന്നും നിങ്ങൾക്കില്ല. പിന്നെ നിങ്ങൾക്കുള്ളൊരു വിശ്വാസം നിങ്ങളെ കൊണ്ട് എന്തൊക്കെയോ സാധിക്കുന്ന വെറുതെ. എന്റെ മോനുണ്ടല്ലോ യദു, അവനോട് നേരെ നിന്ന് സംസാരിക്കാനുള്ള ചങ്കൂറ്റം പോലും ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾക്കില്ല. പിന്നെ സ്വയം തോറ്റില്ലാതാവുമ്പോ സ്വയം വിശ്വസിപ്പിക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. നിങ്ങളുടെ വരവിനെ ഞാൻ അങ്ങനെ കാണുന്നുള്ളൂ. ഇതും ആനന്ദ് മഹേശ്വര തന്ന ധൈര്യമായിരിക്കും. അല്ല, യഥാർത്ഥത്തിൽ എന്താ ഉദ്ദേശം? ആനന്ദ് മഹേശ്വർ എല്ലാത്തിനും പകരക്കാരനാവാൻ തീരുമാനിച്ചോ? നിങ്ങൾ എന്ത് വിചാരിച്ച്? നിങ്ങളെപ്പോലെയാ ഞാനെന്നോ? മാന്യനാന്ന് സ്വയം വിചാരിക്കും. ഒപ്പം തെറ്റ് ചെയ്യാൻ ഒരു മടിയില്ലാതെ വൃത്തികെട്ട ചിന്താഗതിയായി നടക്കുന്ന നിങ്ങളെപ്പോലെ ഞാൻ അധപ്പതിച്ചിട്ടില്ല. ഞാൻ അഭിമാനത്തോടെ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. എന്റെ ജീവിതം ചിട്ടപ്പെടുത്താൻ എനിക്ക് നിങ്ങളുടെ ഉപദേശത്തിന്റെ ആവശ്യമൊന്നുമില്ല. സ്വത്തിലുള്ള അവകാശത്തിന്റെ പേരിൽ നിങ്ങളിവിടെ താമസിക്കുന്നത് വിലക്കാനും എനിക്ക് പറ്റില്ല. പക്ഷേ എന്റെയോ എൻ്റെ മക്കളുടെയോ സ്വകാര്യതയിൽ ഇടപെടാൻ ശ്രമിക്കുകയോ എന്തെങ്കിലും അപവാദങ്ങൾ മെനഞ്ഞുണ്ടാക്കാൻ ശ്രമിക്കുകയോ ചെയ്താ പണ്ടത്തെ പോലെ കുട്ടികളുടെ അച്ഛനുള്ള അളവ് എൻ്റെ അടുത്ത് നിന്നുണ്ടാവില്ല. ഞാൻ ഒരു ഇളവും ആരിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല. എന്തായാലും വിളിക്കുമ്പോൾ മിസ്റ്റർ ആനന്ദ് മഹേശ്വരോടൊന്ന് പറഞ്ഞേക്ക്, ഒളിച്ചുകളികൾ മതിയാക്കി സാരംഗിനി എല്ലാം നേരിടാൻ തയ്യാറായിട്ട് തന്നെയാണ് നിൽക്കുന്നതെന്ന്. നേരിട്ടത് അയാളുടെ മുഖത്ത് നോക്കി പറയണം, മുമ്പിൽ ചെന്ന് നിൽക്കണം. അല്ലാതെ അത് എന്നെ പറഞ്ഞേൽപ്പിക്കുകയല്ല വേണ്ടത്. ചെന്ന് നിന്നാ കാലും മനസ്സും വിറയ്ക്കുമായിരിക്കും നിങ്ങൾക്ക്. ഒരാൾ അയാളുടെ ശക്തിയിൽ അഭിമാനിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഒരു ശക്തി ഉണ്ടാവണം. സ്വന്തം മകളെ അപകടപ്പെടുത്തിയിട്ട് അതിൻ്റെ പേരിൽ വിജയം ആഘോഷിക്കാൻ കാത്തു നിൽക്കുന്ന ഒരു മനുഷ്യന്റെ ശക്തിയെക്കുറിച്ച് എനിക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല. ഞാൻ എന്തായാലും അമ്മയോട് പറഞ്ഞിട്ടുണ്ട് സൂക്ഷിച്ചോളാൻ. സ്വന്തം അമ്മയുടെ കഴുത്തിൽ കത്തിവെക്കാൻ പോലും മടിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള പേടി മാത്രമേ എനിക്കുള്ളൂ. പടർന്നു നിൽക്കുന്ന പുല്ലിൽ കയറുമ്പോൾ ഏഴജന്തുക്കൾ എന്തെങ്കിലും കടിച്ചാലോ എന്നുള്ളൊരു പേടിയില്ലേ, അത്രമാത്രം. കൊള്ളാം, ചങ്കൂറ്റം കൊള്ളാം. ഉപയോഗിക്കുന്ന ഭാഷയില്ലേ, അതും കൊള്ളാം. ഡോക്ടർ മൈഥിലിക്ക് നേരിടാൻ പ്രശ്നങ്ങൾ ഇനി ഒരുപാടുണ്ടാവും. അതിലൊരു സംശയവും വേണ്ട. ഞാൻ ഉണ്ടാക്കും. ഞാൻ മുമ്പേ പറഞ്ഞിട്ടില്ലേ, ഈ ലോകത്തിന് മുഴുവൻ മുമ്പിൽ തോൽക്കാനും ഒരു പ്രശ്നവുമില്ല. പക്ഷേ നിന്റെ മുന്നിൽ എനിക്ക് ജയിച്ചേ പറ്റൂ. ആ ജയം നീ മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത് വരെ സാരംഗിന് ഒരു മാറ്റവുമില്ല. ചെല്ല്, അതിനുള്ള വഴിയൊക്കെ ഒരുക്കി വെക്കേ.
എന്നെ തോൽപ്പിക്കാൻ വരിക എന്ന് പറയുന്നത് നിങ്ങൾക്ക് അഭിമാനമായിരിക്കാം. പക്ഷെ നിങ്ങളോട് മത്സരിക്കാൻ വരിക എന്ന് പറയുന്നത് എനിക്ക് നാണക്കേടാ. അതെ, എനിക്ക് അകത്ത് ജോലിയുണ്ട്. നിസ്സാര കാര്യങ്ങൾക്ക് സമയം കളയാനില്ല. ആ മൈഥിലി, ഇരിക്കെ. ആനന്ദില്ലേ? ഉണ്ട്. ഇന്നലെ മൈഥിലി സംസാരിക്കാത്തതിന്റെ പേരിൽ അയാൾ അല്പം ടെൻഷനില്ല. ഞാൻ എന്താ സംസാരിക്കേണ്ടത്? സംസാരിച്ചാൽ തന്നെ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലല്ലേ സംസാരിക്കാൻ പറ്റൂ. മൈഥിലി ഇരിക്കെ. സാരംഗിന്റെ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. അയാളെ അവിടെ നിറക്കാനുള്ള മാർഗം. അയാളെ അവിടെ നിന്ന് ഇറക്കണമെന്ന് ഞാൻ സേവ്യറിനോട് ആവശ്യപ്പെട്ടു. പറയൂ സേവ്യർ, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ഓരോന്നും ചെയ്യുക. അതിന് ഞാനാണ് മറുപടി പറയേണ്ടി വരുന്നത്. എന്താടോ, വീടിനകത്ത് കയറിക്കൂടിയ ആള് പ്രോബ്ലംസ് തുടങ്ങിയോ? പ്രോബ്ലംസ് തുടങ്ങിയാൽ നിങ്ങൾ വന്ന് അടിച്ചിറക്കൂ. ആനന്ദ്, വീടിന്റെ വിഹിതം സാരംഗിൽ നിന്ന് വാങ്ങുന്ന കാര്യം ഒരിക്കൽ നമ്മൾ ചർച്ച ചെയ്തതാ. അന്ന് എന്തായിരുന്നു എന്റെ മറുപടി? അങ്ങനെ ഒരു കാര്യത്തിന് നിങ്ങൾ ശ്രമിച്ചാൽ ഞാൻ വീണ്ടും അപവാദങ്ങളുടെ നടുവിലായി പോകുമെന്ന് പറഞ്ഞതല്ലേ? നിങ്ങൾ കേട്ടില്ല. ഇന്നലെ രാത്രി ആ മനുഷ്യൻ വന്ന് കയറിയത് മുതൽ ഇന്ന് ഞാൻ ഇറങ്ങുന്നത് വരെ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്റെ സ്വഭാവ ദൂഷ്യത്തെക്കുറിച്ചാ. അതാണ് നിങ്ങളെ കൊണ്ട് എനിക്കുണ്ടായ ഗുണം. മൈഥിലി, ഞാനൊന്ന് പറയട്ടെ. വേണ്ട ആനന്ദ്, എന്റെ ജീവിതത്തിൽ നിർണായകമായിട്ടുള്ള ഒരു തീരുമാനമാണ് നിങ്ങൾ എടുത്തത്. അതും എന്നോട് ചോദിക്കാതെ. എടോ, തന്റെ അച്ഛൻ വല്ലാത്ത വിഷമത്തിൽ സംസാരിച്ചുകൊണ്ടാ ആനന്ദ് പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഇങ്ങനൊരു കാര്യം ചെയ്യാൻ അച്ഛൻ പറയില്ല. ഞാൻ വിളിക്കണോ അച്ഛനെ? അത് ഇങ്ങനൊന്നും ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അത് സത്യമാണ്. മൈഥിലി, നമുക്ക് എന്തു വേണമെങ്കിലും ചെയ്യാവൂ. നിയമപരമായി സാരംഗിനെ അവിടുന്ന് ഒഴിവാക്കാൻ മാർഗങ്ങളുണ്ട്. ആനന്ദ്, വെൽ നോൺ ആയ ഒരു അഡ്വക്കേറ്റിനെ കണ്ടുപിടിക്കാൻ എനിക്ക് പറ്റും. അവരുടെ പുറകെ വർഷങ്ങളോ മാസങ്ങളോ വേണമെങ്കിൽ എനിക്ക് അലിഞ്ഞു നടക്കാം. പക്ഷെ ഈ വിഷയത്തിൽ ഞാൻ സംസാരം ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നത് എന്റെ വളർന്നു വരുന്ന മക്കളെ ആലോചിച്ചിട്ടാ. ഇങ്ങനെയുള്ള ദുരിത കാഴ്ചകൾ അവരെ കാണരുതല്ലോ എന്ന് കരുതിയിട്ടാ. ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം. ഇനി എന്റെ കുടുംബജീവിതത്തിന് വേണ്ടി രണ്ടുപേരും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാം. അതിനുശേഷം അല്ലാതെ ദയവ് ചെയ്ത് മൈഥിലിയെക്കുറിച്ചോ മക്കളെക്കുറിച്ചോ നിങ്ങൾ ചിന്തിക്കണ്ട. മൈഥിലി, ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്കുക. അറയ്ക്കുന്ന വാക്കുകളാണ് ഞാൻ കേട്ടോണ്ടിരിക്കുന്നത്. അതത്ര എളുപ്പമുള്ള കാര്യമല്ല. ഏത് സമയം കടന്നുപോയാലും അനുഭവിച്ച വേദന ഞാൻ മറക്കില്ല. മനസ്സിനേറ്റ മുറിവുമായില്ല. മായ്ക്കാൻ കഴിയില്ല ആർക്കും, ഒരിക്കലും. അതിഗംഭീരായി പോയല്ലോ നിങ്ങളെ. ആനന്ദ് മഹേശ്വറിന്റെ വാക്കുകൾക്ക് ഇങ്ങനൊരു തിരിച്ചടി കൊടുക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. എന്തായാലും ആ ഭീഷണിക്ക് ഇതിനേക്കാൾ വേറെ മറുപടിയില്ല. ഒരുപക്ഷെ ഞാൻ തിരിച്ചൊരിക്കലും ആ വീട്ടിലേക്ക് ചെന്ന് കയറില്ലായിരുന്നു. അത്രയ്ക്ക് നാണക്കേടായിരുന്നു. പക്ഷെ ആനന്ദ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി. ചിലപ്പോ ആനന്ദും മൈഥിലിയും തമ്മിൽ തെറ്റുന്നതിന് ഇതൊക്കെ തന്നെ കാരണമാവും. അതൊക്കെ അമിത പ്രതീക്ഷയാ. അവര് തമ്മിൽ തെറ്റാനൊന്നും പോകുന്നില്ല. ആര് പറഞ്ഞു? ഞാൻ കാണിച്ചു തന്നാലോ? ഈ KNK ഗ്രൂപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇരട്ടകളായ രണ്ടുപേര് കൂടി തുടങ്ങിയതാ, K കുമാറും K രവീന്ദ്രനും. ബിസിനസ് ലോകത്തിലേക്ക് KNK എന്ന് പേരിട്ട് അവർ പ്രവേശിച്ചപ്പോൾ ആദ്യം ആ ഇരട്ട കുഞ്ഞുങ്ങളെ നോക്കി ബിസിനസ് ലോകം ചിരിച്ചു. പക്ഷെ ആ ചിരി അവർ വളമാക്കി. കൈവയ്ക്കാൻ ഇനിയൊരു മേഖലയും ഇല്ലാത്ത വിധം വളർന്ന് പടർന്ന് പന്തലിച്ചു. പതുക്കെ പതുക്കെ KNK എന്ന സിസ്റ്റത്തെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് സംസാരിക്കുന്നവന്റെ നാവ് പോലും അറ്റുപോകുന്ന അവസ്ഥയായി. അവരെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ എല്ലാവരും വിശ്വസിച്ചത്. അന്ന് ബിസിനസ്സിൽ ഞാൻ പുതുമുഖമായിരുന്നു.
ചോദിച്ചു നോക്കിയാൽ അറിയാം, ആ ബിസിനസ് ശൃംഖല ഇല്ലാതായത് എന്നിലൂടെയാ. അവർ പരസ്പരം വിരൽ ചൂണ്ടാൻ ഒരുങ്ങിയത് അതിലൊരാൾ എന്നെ കണ്ടതിന് ശേഷമാണ്. അവരെന്നേക്കുമായി പിരിഞ്ഞതും പരസ്പരം നശിച്ചതും എന്റെ ഉപദേശങ്ങൾ കൊണ്ടാ. ഇന്ന് ഡോക്ടർ മൈഥിലിയും ആനന്ദ് മഹേശ്വരും എനിക്ക് നിസ്സാരമാണ്. പ്രത്യേകിച്ച് ഒരു പുരുഷനും സ്ത്രീയുമാവുമ്പോൾ. അവർക്കിടയിൽ വിളമ്പാൻ ലക്ഷണം കെട്ട കഥകൾ ഉണ്ടാവുമ്പോൾ എങ്കിൽ പിന്നെ എന്തിനാ മടിച്ചു നിൽക്കുന്നത്? നാണം കെടുത്തി കളയി രണ്ടിനെ. എല്ലാം വീണ്ടും വീണ്ടും തുടങ്ങി വെക്കുന്നു അങ്കിൾ പറഞ്ഞപ്പോ എനിക്കൊരു പേടിയുണ്ട്. അങ്കിളിനെ കൊണ്ട് പറ്റുമെന്ന്. എന്തായാലും ഉദ്ഘാടനം കലക്കി. നമുക്ക് ഇവിടുന്ന് പിടിച്ച് മുന്നോട്ടങ്ങ് പോവാന്നേ. അങ്കിള് പറഞ്ഞ പോലെ ബിസിനസ് കാര്യങ്ങളൊക്കെ നടക്കുമ്പോ അങ്ങ് നടക്കട്ടെ. അതിനു മുമ്പ് ശത്രുക്കളെയൊക്കെ വെട്ടി ഒതുക്കി നമ്മുടെ മുറ്റം വൃത്തിയാക്കി ഇടാം നമുക്ക്, അല്ലേ? ഈ ആനന്ദ് മഹേശ്വറിന് വലിയൊരു തെറ്റുപറ്റി. അയാൾ മിടുക്കനാണ്, വലിയ സാമർഥ്യമുള്ളവനാണ്. പക്ഷേ സാമർഥ്യം മുഴുവൻ എൻ്റെ മുമ്പിൽ വിജയിക്കണമെന്ന രീതിയിൽ അയാൾ പ്രയോഗിച്ചു. അപ്പം അയാൾ ഇന്ന് വരെ കാണാത്ത തിരിച്ചടിയായിരിക്കണം നമ്മൾ കൊടുക്കാൻ. അവരുടെ നീക്കങ്ങൾ എന്താണെന്ന് നോക്കട്ടെ, എന്നിട്ടാവും ബാക്കി. സാരംഗ് വീട്ടിൽ വന്നതിന്റെ പേരിൽ താൻ ആനന്ദിനോട് അങ്ങനെയൊക്കെ സംസാരിച്ചത് ശരിയായില്ല കേട്ടോ. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ രഞ്ജിത്ത്? സാരംഗിന്റെ നാവിന്ന് വരുന്നത് എന്തൊക്കെയാന്ന് രഞ്ജിത്തിന് അറിഞ്ഞൂടെ? നിറകേട് വിളിച്ചു പറയാൻ ഒരു എളുപ്പമില്ല. അത് പണ്ടും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. ഇപ്പൊ അത് ആനന്ദിന് എന്നെയും കുറിച്ചായി. ആനന്ദ് തന്നെ സഹായിക്കാനല്ലേ ശ്രമിച്ചിട്ടുള്ളൂ. എനിക്കതറിയാം. ആനന്ദിന്റെ ഉദ്ദേശം മോശമല്ലാന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ എനിക്കിനി ആനന്ദിനെ അകറ്റി നിർത്തിയേ പറ്റൂ. താനൊന്ന് ചുമ്മാ തരുന്നേ രഞ്ജിത്ത്. ഞാൻ എൻ്റെ മക്കളെ കുറിച്ച് ചിന്തിക്കണ്ടേ? അവർക്ക് എത്ര നാൾ ഇങ്ങനെ മോശമായ കഥകളും കേട്ടിരിക്കാൻ പറ്റും? വളരുന്ന പ്രായ അവരുടെ മനസ്സ് കൈവിട്ടു പോയാ പിന്നെ ഞാൻ ഇത്രയും നാൾ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവില്ലേ? ആരും വേണ്ട, ആരോടും ഒരു അടുപ്പവും വേണ്ട. അല്ല, സാരംഗിനെ സഹിക്കാൻ തന്നെയാണോ തന്റെ തീരുമാനം? പിന്നാലത് എന്ത് ചെയ്യാൻ? അയാൾക്ക് അവകാശപ്പെട്ട് വീട്ടിൽ അയാൾ വരുന്ന എനിക്ക് തടയാൻ പറ്റുമോ? അപ്പോ ഇനി വീണ്ടും പഴയതുപോലെ ഏത് സമയം ബഹളമായിരിക്കുമല്ലോ. അതേ മാർഗമുള്ളെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാ? അത് വിട്ടേക്ക്. ഞാനത് ഫേസ് ചെയ്തല്ലേ പറ്റൂ. ആവണിയുടെ കാര്യം എന്തായി? അത് ഇതിനേക്കാൾ വിചിത്രമാ. അവൾ ഇതുവരെ നമ്മൾ പറഞ്ഞതൊന്നും വിശ്വസിച്ചിട്ടില്ല. മൈഥിലിയോട് മറുപടി പറഞ്ഞ അതേ അവസ്ഥയിൽ തന്നെയാ. ഈ പറഞ്ഞത് ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ അവളുടെ പെരുമാറ്റത്തിൽ നിന്ന് നമുക്കറിയാലോ, അതൊന്നുമില്ല. സാധാരണ അവിടെ എങ്ങനെയാണോ അതുപോലെ തന്നെ. അവളെ കോളേജ് വിടണ്ടെന്ന് ഞാൻ പറഞ്ഞത്, പക്ഷെ നിർബന്ധപൂർവ്വം അവള് പോയി. ഇനി അവിടെ എന്തെങ്കിലും... അങ്ങനെ പേടിച്ച് ജീവിക്കാനൊന്നും പറ്റില്ലല്ലോ. എന്തായാലും കുറച്ചു കഴിയുമ്പോൾ സത്യം അവൾ ഉൾക്കൊണ്ടേ പറ്റൂ. ഇനി അതുവരെ കാത്തിരിക്കാതെ നമ്മുടെ മുന്നിൽ വേറെ വഴിയൊന്നുമില്ലല്ലോ. സംഭവിക്കാൻ പോകുന്നത് അയാൾ ഈ നാട് വിട്ടുകളയും, അത്രേ ഉള്ളൂ. അയാൾ അങ്ങനെ പോവില്ല അനാമിക. നമ്മൾ ഇന്നുവരെ കണ്ട ആളുകളിൽ നിന്ന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് ആ ചെറുപ്പക്കാരന്. കൃത്യമായ തീരുമാനങ്ങൾ, വ്യക്തമായ ലക്ഷ്യബോധം. ഇല്ലാതെ പോയത് ആയുസ് മാത്രമാണ്. ഞാൻ എന്തായാലും അമ്മായിയെ വിളിച്ച് പറയാൻ തീരുമാനിച്ചു. അവരിനി ഈ പ്രതീക്ഷ കൊണ്ടിരിക്കണ്ടല്ലോ. രഞ്ജിത്ത്, സംസാരിക്കുമ്പോ അമ്മായിയോട് പ്രത്യേകം പറയണം, ഇതിന്റെ പേരിൽ ഇനി ഇങ്ങോട്ട് വരാൻ നിൽക്കരുതെന്ന്. അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയേ ഉള്ളൂ. ഞാൻ പറയാം. എവിടെയോ ഞാൻ വായിച്ചിട്ടുണ്ട്, മരണം ഏറ്റവും വലിയ തമാശയാന്ന്. സത്യത്തില് ഇപ്പൊ ആവണിയുടെ മുമ്പിൽ അതാ സംഭവിച്ചത്. ഒരു വലിയ തമാശ കേട്ടതുപോലെ അവളതെടുത്തു, പാവം. അവളെ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുന്ന നേരമാകുമ്പോൾ ഞാൻ അവളെ പോയി കൂട്ടിക്കോളാം. ജീവനുമായിട്ട് വഴിയിൽ ഒരിടത്തും വെച്ച് കാണാൻ അവളെ അനുവദിക്കണ്ടല്ലേ? അതാ നല്ലത്. അവളെ കെയർ ചെയ്യാൻ ഇനി അതേ മാർഗമുള്ളൂ.
ഞാൻ നിന്നെ ഒന്ന് വിളിക്കാനിരിക്കുകയായിരുന്നു. എന്താ പ്രത്യേകിച്ച്? ഒന്നുമില്ലടാ, നീ ഫ്രീ ആണെങ്കിൽ ഒന്നും ഇങ്ങോട്ട് ഇറങ്ങാൻ പറയാനായിരുന്നു. ഫാദറിനെ എങ്ങോട്ടെങ്കിലും പോകാനുണ്ടായിരുന്നോ? ഏയ് അതൊന്നുമല്ലടാ, നീ അവിടെ ഏത് അവസ്ഥയിലായിരിക്കും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കുറച്ചു നേരത്തിനൊരു മാറ്റം കിട്ടുവാണെങ്കിൽ അതൊരു ആശ്വാസമായല്ലോ എന്ന് കരുതുന്നു. ഞാൻ വന്നത് ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യം സംസാരിക്കാനാ. സ്നേഹി ഇതുവരെ ഞങ്ങളോട് പൊരുത്തപ്പെട്ടിട്ടില്ല. ഈ അവഗണന ട്രീസമോൾക്ക് താങ്ങാൻ പറ്റുന്നുമില്ല. കുഞ്ഞിനോട് ദേഷ്യപ്പെടുകയോ മറ്റോ? ഇല്ല ഫാദർ, സ്നേഹ എപ്പോഴും ഒറ്റയ്ക്കിരിക്കാനാണ് ശ്രമിക്കുന്നത്. പലപ്പോഴും ഞാൻ മുറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ സ്നേഹ കരഞ്ഞുകൊണ്ടേയിരിക്കുക. ഇതിൻ്റെ അർത്ഥമൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. പെട്ടെന്നൊരു ദിവസം ട്രീസമോൾ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? ഏയ് നീ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. ചിന്തിക്കണം ഫാദർ. എൻ്റെ ജീവിതം ഇതുവരെ ഞാൻ ചിന്തിച്ച റൂട്ടിൽ സഞ്ചരിച്ചിട്ടില്ല. അതിങ്ങനെ വഴിതെറ്റി ഒഴുകുമായിരുന്നു. ഇപ്പോഴും അതെ. സ്നേഹം അങ്ങനെ എന്തെങ്കിലും ഒരു നിലപാടിലെത്തുകയാണെങ്കിൽ ഈ നിയമത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ? എടാ, നീ എങ്ങോട്ടായി കാട് കയറി പോകുന്നത്? ഞാൻ എൻ്റെ മോളെ വളർത്തും ഫാദർ. അവൾക്കൊരു കുറവും വരാണ്ട് ഞാൻ നോക്കും. ഒരു അനാഥ കുഞ്ഞിനെ വളർത്താൻ എന്നെക്കാൾ യോഗ്യനായ വേറൊരാളില്ലല്ലോ. പാവം എൻ്റെ മോള്. തൊട്ടടുത്തുണ്ടായിട്ടും പ്രസവിച്ച അമ്മയ്ക്ക് അവളൊന്ന് തൊടാൻ പോലും പറ്റുന്നില്ല. സ്നേഹിച്ച അമ്മയാണെങ്കിലോ ഒന്ന് തിരിഞ്ഞു നോക്കുന്നുപോലുമില്ല. സത്യത്തിനോട് പൊരുത്തപ്പെടാൻ സ്നേഹമോൾക്ക് അല്പം സമയം വേണ്ടി വരുമെന്ന് പ്രതീക്ഷിച്ചവനാ ഞാൻ. ഇപ്പോഴും എൻ്റെ പ്രതീക്ഷ ഇതെല്ലാം അവസാനിച്ച് ചിരിയും കളിയും മാത്രം ഉണ്ടാകുന്ന നിങ്ങളുടെ ഒരു കുടുംബജീവിതത്തെക്കുറിച്ചാ. നീ പറഞ്ഞതുപോലെ എല്ലാ കണക്കൂട്ടലും തെറ്റിച്ച് ഇതെങ്ങോട്ടാടാ ഈ യാത്ര? ഞാൻ മോളെയും കൂട്ടി എങ്ങോട്ടെങ്കിലും പോയാലോ? എങ്ങോട്ട്? അങ്ങനെ ഒരു സ്ഥലം തീരുമാനിച്ചിട്ടൊന്നുമില്ല. മോളുടെയും മാനസികാവസ്ഥ ഒന്ന് മാറ്റണം. അല്പമെങ്കിലും സന്തോഷം അവൾക്ക് കൊടുക്കാൻ പറ്റുന്ന അങ്ങനെ ഒരു സ്ഥലത്തേക്ക്. നീയും ട്രീസമോളും മാറിയുന്നോണ്ട് എല്ലാം ശരിയാവുന്നുള്ള പ്രതീക്ഷ നിനക്കുണ്ടോ? അത് തെറ്റാടാ. നീ ഒരിടത്തും പോണ്ട. എടാ, ഒന്നുകൂടി നമുക്ക് എല്ലാവർക്കും സ്നേഹയെ പറഞ്ഞ് മനസ്സിലാക്കാം. എന്നിട്ടും മാറ്റമില്ലെങ്കിൽ എല്ലാം സഹിക്കാം. ട്രീസമോൾ എന്തൊക്കെയോ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ മടിയിലിരിക്കുമ്പോൾ പലപ്പോഴും അവൾ സൈലൻ്റാ. അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചിരുന്നവള് ഇപ്പം ആ ചോദ്യം നിർത്തിക്കളഞ്ഞു. നീ ഒരു കാര്യം ചെയ്യ്, മോളെ ഒന്ന് പുറത്തു കൊണ്ടുപോ. പോകുമ്പോൾ സ്നേഹയെ കൂടി വിളിക്കേ. എന്താ പറയുന്നറിയാലോ? സ്നേഹം വരില്ല. പക്ഷേ ഞാൻ എൻ്റെ കുഞ്ഞിനെ ലോകം മുഴുവൻ കാണിക്കും ഫാദർ. അവളെ ഞാൻ കൊണ്ടുപോകും. ഇനിയുള്ള എൻ്റെ ജീവിതം എൻ്റെ കുഞ്ഞിനു വേണ്ടി മാത്രമുള്ളതാണ്. ഇതെന്താടോ? കോളിംഗ് ബെല്ലുണ്ട്, അല്ലെങ്കിൽ വാതിലൊന്നും മുട്ടാം. ഇത് രണ്ടും വേണമെന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് കയറിയിരുന്നേ. എനിക്ക് സാറിന് ഇഷ്ടമാണ്. അത് വെറുതെ മനസ്സിലൊരു ചാബല്യം കൊണ്ട് തോന്നിയതൊന്നുമല്ല. ഒരുപാട് മനസ്സിൽ അറിഞ്ഞു തോന്നിയ ഒരിഷ്ടം തന്നെയാ. ഞാനത് സാറിനോട് പറഞ്ഞു, എൻ്റെ വീട്ടിൽ പറഞ്ഞു. അവർ സാറിനോട് സംസാരിച്ചു. എന്നെ ഇഷ്ടമല്ലെങ്കിൽ അത് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. എന്തിനായിരുന്നു ഇത്രയും വലിയൊരു കള്ളം? എന്ത് കള്ളം? സാറിന് എന്തോ ഒരു മഹാരോഗമാണ്, സാറ് പെട്ടെന്ന് മരിച്ചു പോകുന്നൊക്കെ. അവരത് വിശ്വസിക്കുമായിരിക്കും, പക്ഷേ ഞാനത് വിശ്വസിക്കില്ല. ഞാനിപ്പോ വന്നത് എന്നെ ഇഷ്ടമുള്ളെന്ന് സാറ് പറയുന്നത് കേൾക്കാനാ. സാറ് തന്റെ മുഖത്ത് നോക്കി പറഞ്ഞേ പറ്റൂ. തന്നോട് സംസാരിച്ചത് തന്റെ കാരണവന്മാരാണ്. അവര് പറഞ്ഞതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനുമില്ല. ഞാനത് സമ്മതിക്കില്ല. എനിക്ക് ഒരുപാട് യോഗ്യത കുറവുണ്ട്.
സാറത് പറഞ്ഞോളും. അല്ലാതെ ഒരു കാര്യം ഞാൻ വിശ്വസിക്കില്ല. എങ്കിലെനിക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ല. താൻ പോകാൻ നോക്ക്. ഞാൻ പോകില്ല. താൻ പോയേ പറ്റൂ. പോകുന്നത് മാത്രമല്ല, ഇനി ഇങ്ങോട്ട് വരാനും പാടില്ല. വാശി കാണിച്ചാ എനിക്കത് അറിയില്ലെന്നാണോ കരുതിയിരിക്കുന്നേ? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? എന്റെ ഭാഗത്തുനിന്ന് പൊറുക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടായോ? ഉണ്ടെങ്കിൽ പറ. അവണി, താൻ നല്ല കുട്ടിയാണ്. തനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകണമെന്ന് തന്നെ സ്നേഹിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ ഞാനും ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാ പറയുന്നത്, താൻ പോ. ഇല്ല. ഇനി എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ഇറങ്ങി പോവാൻ പറഞ്ഞ പോണം. തന്റെ കുട്ടികളിക്ക് നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. പോവാൻ. എനിക്കിതൊന്നും കാണണ്ട. ഈ കണ്ണീരൊക്കെ എനിക്ക് വെറുപ്പാ. എന്നെ ഒരല്പം പോലും മനസ്സിലാക്കാതെ സാർ ഇതൊക്കെ പറയുന്നത്. ഞാൻ രഞ്ജിത്തിനെ വിളിക്കാം. എന്തിന്? എന്നോട് പറയാനുള്ളത് എന്റെ മുഖത്ത് നോക്കി പറയാനാ ഞാൻ പറഞ്ഞത്. അല്ലാതെ മറ്റാരും ഇതിലിടപെടാൻ ഞാൻ സമ്മതിക്കില്ല. ചാകാനെങ്കിലും സമ്മതിച്ചൂടെ മനുഷ്യനെ? അന്തസ്സായ ഒരു മരണം പോലും വിട്ടുതരാത്ത രീതിയിൽ അത്രയ്ക്ക് മോശക്കാരനാണോ ഞാൻ? അവരാരും പറഞ്ഞിട്ട് തനിക്കിനി വിശ്വാസം ആയില്ലെങ്കിൽ ഞാൻ പറയാം, എനിക്കിനി ആയുസില്ല. എന്റെ മുമ്പിൽ ഇനി അധിക ദിവസങ്ങളില്ല. ഇതിനപ്പുറത്തേക്ക് എനിക്ക് തന്നോട് സംസാരിക്കാനില്ല. ഞാൻ തിരിച്ചു പോകുന്ന സാറ് പ്രതീക്ഷിക്കണ്ട. എന്നെ തിരക്കി ആര് വന്നാലും ഞാൻ ഇവിടുന്ന് പോവാനും പോകുന്നില്ല.